നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്താണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്ന് 6 പതിറ്റാണ്ടുകാലം നമ്മളെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരെക്കുറിച്ചും എങ്ങനെ അവരോട് നമ്മൾ ചെറുത്തു നിന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത് പറയുന്നത്. മാത്രമല്ല, ഇതിൽ നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടേറെ കലാപങ്ങളെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നിട്ട് നമ്മളെ ഇത്രയും കാലം അടക്കി ഭരിക്കാൻ, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത്ര കഷ്ടപ്പെട്ട് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജെയിംസ് ഫ്ലച്ചറിൻ്റെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ അത് ആദ്യം വായിക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പൂവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ടുള്ളതെന്ന്. വീണ്ടും വീണ്ടും ഇത്രയും കഷ്ടപ്പാടും ഇത്രയും ദുരിതവും സഹിച്ച് എന്തിനാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇത്രയും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 95%, മുടക്കുമുതലിൻ്റെ 95%. പിന്നെ എങ്ങനെ അവർ വരാതിരിക്കും? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു പേജിൽ പറയുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ ഈ യൂറോപ്യന്മാർക്ക് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഈ വ്യാപാര ബന്ധങ്ങളെല്ലാം തന്നെ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്തു? യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ളൊരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അങ്ങനെയാണ് അവർ ഇന്ത്യയുൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ആ കിഴക്കൻ പ്രദേശങ്ങളെയാണ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്, അവിടോട്ടുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ദിശയിലേക്ക്, അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക്, ഈസ്റ്റ് ഇൻഡീസിലേക്ക് സമുദ്രപാത കണ്ടെത്തുന്നത് എന്ന്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്തായിരുന്നു? യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, പിന്നെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇതൊക്കെയായിരുന്നു യൂറോപ്യരെ ഇന്ത്യയടക്കമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, ഈസ്റ്റ് ഇൻഡീസിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് വരാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ. ഇനി പറയുന്നത് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടിയിട്ട് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഏതായിരുന്നു? പോർച്ചുഗീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ പോർച്ചുഗൽ ആയിരുന്നു. അങ്ങനെ ആരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ? ആരായിരുന്നു? വാസ്കോ ഡ ഗാമയാണ്. അദ്ദേഹമാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ. അദ്ദേഹം എവിടെ നിന്നും ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്? അദ്ദേഹം ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു. പോർച്ചുഗലിലെ, അവിടെ താഴെ ഒരു കുഞ്ഞു മാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് പോർച്ചുഗലിലെ ലിസ്ബൺ, അവിടെ നിന്നും അദ്ദേഹം യാത്ര ചെയ്ത് എവിടെ എത്തി? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് ആഫ്രിക്കൻ വൻകരയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഏഷ്യ വൻകരയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ
നമ്മുടെ സ്വന്തം കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതെന്തായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുള്ള ആ ഒരു ഭൂപടം, ആ ഒരു മാപ്പ് പരിശോധിച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്തൊക്കെയായിരുന്നു? വാസ്കോ ഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ്? പോർച്ചുഗലിലെ ലിസ്ബൺ. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം കപ്പൽ യാത്ര ആരംഭിച്ചത്. പിന്നെ വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം എവിടെയായിരുന്നു? കോഴിക്കോട് കടപ്പുറം. വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചേർന്നു. ആഫ്രിക്കൻ വൻകര മറികടന്ന് അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിച്ച് എവിടെത്തി? നമ്മുടെ ഏഷ്യ വൻകരയിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹം വന്ന കപ്പലുകൾ, അതായത് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് വാസ്കോ ഡ ഗാമയും അദ്ദേഹത്തിൻ്റെ സംഘവും സഞ്ചരിച്ച് ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വരവ് യൂറോപ്യർക്ക് ഇന്ത്യയിലേക്കുള്ള ഒരു വഴി തുടർന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിനുള്ള ഒരു വാതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറയുന്നത്. ആ സമയത്ത്, അക്കാലത്ത്, അതായത് 1498 കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അപ്പം ഈ സാമൂതിരി രാജവംശത്തിന് അറബികളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അപ്പം അറബികളായിരുന്നു കോഴിക്കോടുമായിട്ടുള്ളൊരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. ആ വ്യാപാര അനുമതി ആർക്ക് നൽകണമെന്ന് വാസ്കോ ഡ ഗാമ ആവശ്യപ്പെട്ടു? പോർച്ചുഗീസുകാർക്ക് നൽകണമെന്ന് വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. സാമൂതിരി സമ്മതിച്ചോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം, ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അതിനെ തുടർന്ന് വാസ്കോ ഡ ഗാമ എങ്ങോട്ട് പോയി? കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി നേടിയെടുത്തു. കോഴിക്കോട് സാമൂതിരി രാജാവ് കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോയി? അദ്ദേഹം കണ്ണൂർ പോയി അവിടുന്ന് കോലത്തിരി രാജാവിൽ നിന്നും ആ ഒരു വിദേശ വ്യാപാര അനുമതി നേടിയെടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്നും കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ കുരുമുളക് അടക്കമുള്ള എന്താ പറയുക, സാധനങ്ങളുമായിട്ട് തിരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചിലവായിട്ടുള്ള തുകയുണ്ടല്ലോ, അതിൻ്റെ 60 ഇരട്ടിയിലധികമുള്ള മൂല്യമുള്ള, അതായത് ചരക്കുകളുമായിട്ടാണ് അദ്ദേഹം എങ്ങോട്ട് പോയത്? ഇന്ത്യയിൽ നിന്നും തിരിച്ച് ലിസ്ബണിലേക്ക് കപ്പലിൽ കയറിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവടത്തിന് വേണ്ടിയിട്ട് വരാനായിട്ട് യൂറോപ്യരെ പ്രേരിപ്പിച്ചു. വീണ്ടും വരാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ സാമൂതിരി ഈ പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല എന്ന് പറഞ്ഞില്ലേ? ആരായിരുന്നു സാമൂതിരി? കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു സാമൂതിരി. അവർക്ക് അറബികളുമായിട്ടായിരുന്നു കച്ചവട ബന്ധമുണ്ടായിരുന്നത്. അറബികളായിരുന്നു അവരുടെ വ്യാപാര കുത്തക, വിദേശ വ്യാപാരത്തിൻ്റെ ഇത് നിയന്ത്രിച്ചിരുന്നത്. അത് ചോദിച്ചു ആര്? വാസ്കോ ഡ ഗാമ. പക്ഷേ സാമൂതിരി കൊടുത്തില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോയതും അവിടെ നിന്നും കോലത്തിരി രാജാവിൽ നിന്നും ആ ഒരു വ്യാപാര അനുമതി നേടിയെടുത്തതും. ആ സാമൂതിരി ആ വ്യാപാര കുത്തക നൽകാതിരുന്നത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. അങ്ങനെ പോർച്ചുഗീസുകാർക്ക് സാമൂതിരിയിൽ നിന്നും ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് തന്നെ നേരിടേണ്ടി വന്നു. സാമൂതിരി രാജവംശത്തിൻ്റെ നാവിക തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അതൊരു വ്യക്തിയുടെ പേരല്ല, സ്ഥാനപ്പേരായിരുന്നു. അപ്പം സ്ഥാനപ്പേര് എന്ന് പറയുമ്പോൾ നമ്മൾ മേജർ അല്ലെങ്കിൽ കേണൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനപ്പേരാണ് ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞാലി മരക്കാരൻ സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ സാമൂതിരി രാജാവിൻ്റെ നാവിക തലവന്മാരായിട്ട് 4 വ്യത്യസ്ത കുഞ്ഞാലി മരക്കാർമാരാണ് ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. അതിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അങ്ങനെ കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ
അധപതനവും ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്നും വലിയ ഭീഷണിയൊന്നും ഉണ്ടായില്ല. കാരണം അവരായിരുന്നു പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും പേര് പോർച്ചുഗീസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പം പോർച്ചുഗീസുകാർ വന്നതിലൂടെ നമ്മുടെ ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ പേര്, നമ്മൾ പല സാധനങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും പേര് ഈ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക്, ഇതൊക്കെ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള വാക്കുകളാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ